ആദ്യമായി കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി. എൻ്റെ പേര് ഡിനു. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. ഞാൻ ലാസ്റ്റ് 9 മാസമായി അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5 ഓഗസ്റ്റ് 2024 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാൽദീവ്സിൽ 2014 തൊട്ട് നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ അവിടെയുള്ള ജോലിയുടെ സ്ഥിരത നമുക്ക് ഉറപ്പുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഫാമിലി ആയിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള സാഹചര്യം വന്നപ്പോൾ OET എഴുതേണ്ട ഒരു സാഹചര്യം വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. എനിക്ക് ഇംഗ്ലീഷിന് വളരെ കുറഞ്ഞ മാർക്കാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ വളരെ പുവറാണ്. 2020 ഞാൻ ഒരു പ്രാവശ്യം OET എഴുതിയെങ്കിലും എനിക്കത് കിട്ടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 2020 OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ട് കൃപാസന മാതാവിൻ്റെ സഹായത്താൽ നമുക്ക് OET പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ OET ഒന്നുകൂടി എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഞാൻ എഴുതുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സാഹചര്യവശാൽ രണ്ടാമത്തെ കുഞ്ഞുണ്ടായ സമയത്തിന് ശേഷമാണ് ഈ ജോലിയുടെ ബുദ്ധിമുട്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നത്. അതിനാൽ OET എഴുതാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ മാൽദീവ്സിലായതിനാൽ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അന്നേരം ഈ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പത്രം ഇതിന് മുന്നേ വായിച്ചിട്ടുണ്ട്, എങ്കിലും എനിക്കിതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായത്. അങ്ങനെ നിബന്ധനകളെക്കുറിച്ചും ഒക്കെ വായിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ എനിക്ക് ആഗ്രഹം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് എടുക്കണം എന്നാണ്. പക്ഷേ സാഹചര്യവശാൽ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, പേപ്പറിൽ ഉടമ്പടി എടുത്താലല്ലോ, മാതാവുമായിട്ടല്ലേ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പം എല്ലാ നിബന്ധനകളും പാലിച്ച് ഞാൻ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും OET പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ OET പഠിക്കാൻ തുടങ്ങി. എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. അന്നേരം ജസ്റ്റ് 1 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ജോലിക്ക് പോകണം. ഞങ്ങൾ അവിടെ മാൽദീവ്സിലായിരുന്നതിനാൽ എനിക്ക് ഫാമിലി സപ്പോർട്ടൊന്നുമില്ല. ആ സമയങ്ങളിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിനിടയ്ക്ക് എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പാടുള്ള സമയത്താണ്. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും എനിക്കതൊരു പൂർണ്ണമായ വിശ്വാസമില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും. എപ്പോൾ പലരും പറയുന്നുണ്ട് സുഗന്ധാഭിഷേകം ലഭിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കതൊക്കെ വെറുതെ പറയുന്നതാണോ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ശക്തമായ മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇതെന്താ മുല്ലപ്പൂവിൻ്റെ മണം എന്നോർത്ത് ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ മൂത്ത മകളുണ്ടായിരുന്നു. അവൾ പറഞ്ഞു അവൾക്കും മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു എന്ന്. പക്ഷേ ഹസ്ബൻഡിന് മണം അനുഭവപ്പെട്ടില്ല. അത് എനിക്ക് വലിയൊരു വിശ്വാസത്തിൻ്റെ അനുഭവമായി മാറി. മാതാവിന് സഞ്ചാരി മാതാവാണ്. അത് മാതാവിനിപ്പോൾ മാൽദീവ്സ് എന്നല്ല, എവിടെയാണേലും എൻ്റെ അടുത്ത് സഞ്ചരിക്ക് എത്താൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അന്നേരം അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാൽദീവ്സിൽ പള്ളിയൊന്നും ഇല്ലാത്തതിനാൽ എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ കഴിയുമായിരുന്നില്ല. എന്നാലാണ് ഓൺലൈനായിട്ട് കുർബാന എന്നും കാണാൻ തുടങ്ങി. എന്ന് പ്രാർത്ഥന ചെല്ലും. കറക്റ്റ് 2 മണിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞാൻ പ്രാർത്ഥന ചെല്ലും. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതിനാൽ ഞാൻ കാശ് അയച്ചു കൊടുത്ത് വീട്ടിൽ മമ്മിയെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ കാശ് കൊടുക്കുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ആളെയൊക്കെ പൈസ കൊടുത്ത് ഫുഡ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ OET എഴുതാൻ വേണ്ടി ജൂണിൽ നാട്ടിൽ വന്നു. എനിക്ക് ഉടമ്പടിയുടെ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മമ്മി എൻ്റെ വീടിൻ്റെ അയൽവാസികൾ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് ഉപ്പ് തരുമെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഉപ്പ് തരാൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു അച്ഛൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീടുള്ള അവർക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല, അവർ മമ്മിയിൽ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞാൻ OET എക്സാമിന് വന്നപ്പം ഉപ്പും കൊണ്ടാണ് എക്സാമിന് പോയത്. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഓരോ മോഡ്യൂളിലും ഓരോ പേപ്പറിലും ഞാൻ ഉപ്പ് ചെറുതായിട്ട് തൊട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും ഉപ്പ് നമുക്ക് അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. ഒരു പൗച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിൽ ഉപ്പ് വളരെ തീരെ പൊടിയാണ് ഇട്ടത്, ആർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ അവർക്കത് നോക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആ ഉപ്പിൻ്റെ സാന്നിധ്യത്തിലാണ് ഓരോ മോഡ്യൂളും എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ
തിരിച്ചു പോയി. എനിക്ക് ആകെ 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സാമിന് കഴിഞ്ഞ് തിരിച്ചു പോയി. റിസൾട്ട് വരുന്നതിന് മുന്നായിട്ട് എനിക്ക് സ്വപ്നത്തിൽ മാതാവിൻ്റെ 12 നക്ഷത്രം വെച്ച മാതാവിൻ്റെ സ്വപ്നം കണ്ടു. അതേപോലെ റിസൾട്ട് 3 ബിയും 1 സി ആണോ C+ ആണോ എന്ന് എനിക്ക് അറിയില്ലാതെ തന്നെ ആദ്യം തന്നെ റിസൾട്ട് വരുന്നതിന് തന്നെ ഞാനത് സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ C+ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 3 ബിയും 1 സി ആണ് ഉണ്ടായത്. ആ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഞാൻ നോക്കുമ്പോൾ സി വെച്ച് റൈറ്റിങ്ങിനാണ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുക എന്ന് എന്നെ പഠിപ്പിച്ച ട്യൂട്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ റീവാലുവേഷൻ കൊടുത്തു. സാധാരണ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ മിനിമം 1.5 മാസമെങ്കിലും എടുക്കും. അങ്ങനെയുള്ള സമയത്ത് 9 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. റിസൾട്ട് ഞാൻ തുറക്കുന്നതിന് മുന്നേ പോലും മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ മുന്നിൽ വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ച് ഉപ്പ് വെച്ച് ഫോണിൽ വരച്ചിട്ടാണ് ഞാൻ റിസൾട്ട് തുറന്നത്. അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ അങ്ങനെ OET എനിക്ക് C+ റൈറ്റിങ്ങിന് കിട്ടി. അങ്ങനെ എനിക്ക് അയർലൻഡ് UK സ്കോർ കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിന് ശേഷം എനിക്ക് മുന്നോട്ടുള്ള ഓപ്ഷൻ അയർലൻഡ് ഓർ UK ആയിരുന്നു. അങ്ങനെ CBT എഴുതാൻ വേണ്ടി നാട്ടിൽ വന്നു. ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത് ഉടമ്പടി എടുക്കാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെയാണ് ഓഗസ്റ്റ് 5 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ തന്നെ നിയോഗമായിട്ട് വെച്ചത് എനിക്ക് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്നാണ്. എനിക്ക് അയർലൻഡിലാണോ UK ആണോ എന്നൊന്നും അറിയുമായിരുന്നില്ല. അങ്ങനെ എനിക്ക് ജനുവരിയിൽ ജോലി ലഭിച്ചു. ജോലി അന്നേരം ഒന്നും കിട്ടുന്ന അവസരമല്ലായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം UK ആൻഡ് അയർലൻഡ് ഈ 2025 സമയത്ത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്ത ടൈമാണ്. ഒന്നും തന്നെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് നേഴ്സിംഗ് ഹോമിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത്. ഇൻ്റർവ്യൂവിനാണെങ്കിൽ 8 പേരുണ്ടായിരുന്നതിൽ ആകെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജോലി ലഭിച്ചു. പിന്നീടുള്ള കടമ്പ ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കി പോലെ തന്നെ 14 സ്റ്റേഷനുള്ള ഇതാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും എനിക്ക് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. എനിക്ക് പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ആരെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടിക്കൽ എക്സാം കടന്നു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വിജയശതമാനം വളരെ കുറവാണ്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് മെയ് 17-18 പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് പേപ്പർ വർക്കുകൾ വളരെ കൂടുതലാണ്. രജിസ്ട്രേഷനൊക്കെ കിട്ടാൻ പലർക്കും 1 മാസമൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ റെഡിയാവുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നഴ്സായിട്ട് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. ജോലിക്ക് കയറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളാണ് അവിടെ അനുഭവിച്ചത്. പെട്ടെന്നുള്ള ചേഞ്ചും അവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് മാതാവിൻ്റെ ഉപ്പ് പോക്കറ്റിലിട്ടിട്ടാണ്. എനിക്ക് അത്രയും ബലമാണ് ഉപ്പ് കൊണ്ട് പോകുമ്പോൾ. മാതാവും കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്നും കയറുമ്പോൾ വിശ്വാസവും പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറുക. അത്രയും ടെൻഷനോട് കൂടിയാണ് ജോലിക്ക് പോകുന്നത്. ഈശോയെ എൻ്റെ വലതുവശത്തും മാതാവ് എൻ്റെ ഇടതുവശത്തും ഉണ്ടാകണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം പല ബുദ്ധിമുട്ടുകളും ജോലിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും മാതാവാണ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. പിന്നീടുള്ള എൻ്റെ കടമ്പ എന്ന് പറഞ്ഞാൽ ഫാമിലി വിസയ്ക്ക് വെക്കണം, അതിന് മുന്നേ വീട് റെഡിയാക്കണം എന്നായിരുന്നു. എനിക്ക് ജോലി കിട്ടിയത് ഡബ്ലിൻ എന്നുള്ള സിറ്റി ഏരിയയാണ്. അവിടെ ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. റെൻറ്റിന് തന്നെ വീട് കിട്ടാൻ വളരെ പാടാണ്. അതും ഭയങ്കര പൈസയാണ്. നമ്മൾ ഒത്തിരി രൂപ കൊടുക്കണം. അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് എനിക്ക് ജോലി. അപ്പോൾ അടുത്ത് തന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളിടത്ത് ഞാൻ പല വീടുകളും പോയി കണ്ടു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാൻ ഞാൻ മറന്നു പോകും. അങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ പല വീടുകളും കണ്ടു. അങ്ങനെ അവസാനം ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ ഹെൽപ്പോട് കൂടി ഒരു വീട് കിട്ടി. അതും വളരെ അടുത്ത് ഒരു 5-6 ബസ് സ്റ്റോപ്പ് മാത്രം ദൂരമുള്ളിടത്ത്, അതും വളരെ റെൻറ്റ് കുറവുള്ള എനിക്കൊരു വീട് റെൻറ്റിന് ലഭിച്ചു. അത് മാതാവിൻ്റെ സഹായം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി വിസയ്ക്ക് വെച്ചിട്ടും പല കാരണത്താൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. പിന്നീട് പലരും കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും എൻ്റേത് വരാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. അന്നേരമാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. എനിക്ക് വന്ന് സാക്ഷ്യം പറയാനുള്ള സാഹചര്യം അല്ലാത്തത് കൊണ്ട് പിന്നീട് വരുമ്പോൾ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ശക്തമായ തോന്നൽ മാതാവ് തോന്നിച്ചു, സാക്ഷ്യപ്പെടുത്തണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ള തോന്നൽ. അപ്പം വിസ വരുന്ന സമയത്ത് വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ
ഞാൻ വിചാരിച്ചത്. പക്ഷേ വിസ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അപ്പം ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാം, വിസ റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല, വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തി പൊക്കോളാം എന്ന് വിചാരിച്ചു. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പോകുമ്പോൾ ഒന്നിച്ചു പോകാനുള്ള അവസരം ഒരുക്കണേ, ഇനി പിള്ളേരെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരരുതെന്ന്. അങ്ങനെ എൻ്റെ പോരുമ്പോൾ ഞാൻ എന്ത് പറ്റും എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നെങ്കിലും ഈ 3-ാം തീയതി ഫാമിലി വിസ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഈ 19-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇത്രയും സഹായങ്ങൾ ചെയ്ത മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും, ധ്യാനം എല്ലാം സ്റ്റാറ്റസ് ഇടും. പിന്നെ മെയിനായിട്ട് പത്രങ്ങൾ ഇവിടെ ഞാൻ ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു പ്രാവശ്യം മമ്മിയെ കൊണ്ട് പത്രങ്ങൾ മേടിപ്പിച്ച് എല്ലാ പ്രാവശ്യവും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഞാൻ നാട്ടിലുള്ള സമയങ്ങളിൽ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് അവിടെ പോയി നിന്ന് അവർക്ക് വിളമ്പി കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ മമ്മിയോ അല്ലെങ്കിൽ ഫാദറിനെയോ ഏൽപ്പിച്ചിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കാറുണ്ട്. കുമ്പസാരം ആണെങ്കിലും ഞാൻ എല്ലായ്പ്പോഴും ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ മലയാളം കുർബാനയുള്ള സ്ഥലം തപ്പിപ്പിടിച്ച് പോകും. തണുപ്പുള്ളതാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ മടിയാണ്. പക്ഷേ മൈനസൊക്കെ വന്നു കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ അത്രത്തോളം തണുപ്പാണെങ്കിലും എനിക്ക് പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പോയി കുർബാന കൂടാറുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് പുള്ളി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിനു മീതെ മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം ഡിനുവിനെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡിനു ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി മകളോട് ഏറ്റുപറയുന്നത്. മാൽദീവ്സിലെ ജീവിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു അസ്വസ്ഥത മൂലമാണ് ഉടമ്പടിയെടുത്ത് ജീവിക്കാം, എനിക്ക് നേർച്ച വസ്തുക്കളില്ലെങ്കിലും എനിക്ക് ഇവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഉടമ്പടി നിബന്ധനകളിലൂടെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് വളരെ ദൃഢമായ ഒരു വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ടാണ് ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഈ മകൾക്ക് അയർലൻഡ് വിസ കിട്ടുവാനുള്ള ഒരു വലിയ പ്രോസസ്സും ഇവർക്കൊരു നല്ല വീട് ലഭിക്കുവാനും വീടിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകത്തിലൂടെയും അതുപോലെ തന്നെ റിസൾട്ട് നൽകുന്ന സമയങ്ങളുള്ള സ്വപ്നത്തിലൂടെയും എല്ലാം ഈ മകളെ നിരന്തരമായി പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. ഈ മകൾ പറയുകയുണ്ടായി, എനിക്ക് ഒരു വ്യക്തികളെ ഫേസ് ചെയ്തൊന്ന് സംസാരിക്കുവാനോ അവരോട് റെസ്പോണ്ട് ചെയ്യാനോ ഉള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന്. ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ സമയത്ത് വളരെ ധീരതയോടുകൂടി പരിശുദ്ധ അമ്മ തന്നെ കൂടെ നിന്നുകൊണ്ട് ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ ആ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ ഈ മകൾക്ക് സാധിച്ചു. അങ്ങനെ വലിയ ഒരു സംരക്ഷണത്തിൻ്റെ വലയത്തിൽ ഈ മകൾക്ക് ജോലി ചെയ്യുവാനും ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഫാമിലി വിസയോടുകൂടി അയർലൻഡിലേക്ക് മൂവ് ചെയ്യാനും മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കുടുംബത്തിലെ അസ്വസ്ഥതകളെയും എല്ലാ ആപത്തുകളെയും വരാനിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആരെല്ലാം ഈശോയോട് ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നു നമുക്ക് വിശ്വാസത്തിൽ മുന്നേറുവാനുള്ള വലിയ കൃപ ലഭിക്കുന്നു. ഈ ഡിനുവിൻ്റെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.